ഈ എന്താ മനസ്സിലാക്കി 10 കഴിഞ്ഞിട്ട് പോ, അവിടെ നിൽക്ക്. അന്നെ മര്യാദക്ക് പറഞ്ഞേച്ചല്ലേ ഈ പിന്നെ ആ പോണ്ട അവിടെ നിന്നോ 10 നിന്നോ. ഈ എന്താ സമാധാനപ്പെട്. ഈ നാട്ടിൽ ഒരു ചെറുപ്പക്കാരനെ ചവിട്ടി കൊന്നിട്ട് തലച്ചോറ് പുറത്ത് എനിക്കൊരു പ്രതിഷേധമില്ല. എനിക്ക് പണി 24 മണിക്കൂർ പണിയില്ലേ. എന്താ എന്താ മനസ്സിലാക്കി ഈ എന്താ മനസ്സിലാക്കി? വെറുതെ ആർക്കെങ്കിലും ഞങ്ങൾ പെരേക്കുള്ളതാണോ സമരം? ഈ സമരം ഈ നാട്ടിലെ ജനതയ്ക്കുള്ളതാണ്. ഈ സമരം ഈ എനിക്ക് പറയാൻ ഓർത്തില്ല, അറിയാനുള്ളവരൊക്കെ പറഞ്ഞു. ഈ നാട്ടിലെ സമരം ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കുള്ള സമരം എന്താ മനസ്സിലാക്കി? എനിക്കറിയില്ലേ? ഒരാള് കാര്യം പറഞ്ഞതിന് ഓണം ഇങ്ങനെ കൈ ചൂണ്ടിട്ടൊക്കെ ആരാണ് ഈ കൈ ചൂണ്ടിട്ടൊക്കെ പറയാൻ ഇത്രയും ആളുകൾക്ക് ഒരു വിലയില്ലേ? ആ പിന്നല്ല എന്താ മനസ്സിലാക്കി? ഈ എങ്ങനെ നിക്കണ്ട, ഇവിടെ നിന്നോ. ഈ എന്താ മനസ്സിലാക്കി? എന്തായിക്കോട്ടെ അവിടെ നിക്ക്. ഇറങ്ങിക്കളാ തലച്ചോറ് പുറത്തേടി. ഈ കണ്ടുകണോ ഒരു ചെറുപ്പക്കാരന്റെ? ഈ കണ്ടുകി എന്താ മനസ്സിലാക്കി? 10 അല്ല, ഇന്ന് പോണ്ട. 6 മണി വരെ ഈ പോണ്ട. അവിടെ നിന്നോ. എന്ത് 10 മിനിറ്റ്? 10 മിനിറ്റ് അല്ല, 10 മിനിറ്റ് നേരത്തെ ആയിരുന്നു. ഹർത്താലല്ലേ നിന്നോട് മാത്രം ചോദിച്ചിട്ടുള്ളൂ. നിങ്ങളെ ഹർത്താൽ എടുത്തതിന് നമുക്കിത് വേണ്ടേ? അതൊക്കെ ഞാനെന്ത് ചെയ്യാനാണ്? ഞങ്ങൾ പറഞ്ഞു 10 ശരിയാക്കി. ഇനി ഇങ്ങോട്ട് റോങ് ആയി വരുന്നത് എന്തിനാ? നമുക്ക് ഞാൻ ജയിക്കാൻ പണിക്കുവാണ്. നിങ്ങൾ ആരും പൈസ തരുന്നില്ല. ഞാൻ ജയിക്കാൻ വേണം എനിക്ക് പണിക്കുന്നത്. നിങ്ങൾ ആരും പൈസ തരുന്നില്ല. ഈ പറഞ്ഞ സർക്കാരും തരുന്നില്ല, ഞങ്ങളും തരുന്നില്ല. നമുക്ക് ജയിക്കണ്ടേ? നിങ്ങൾ ഹർത്താൽ വെച്ചിട്ട് ഞങ്ങൾ പണി കൊടുക്കണം. വണ്ടി വിടണ്ട. നിങ്ങൾ എന്താ ചെയ്യും? ഞാൻ പഠിത്തം ഏത് മൃഗങ്ങളെ ശല്യം നമ്മൾ സഹിക്കണം, നിങ്ങളുടെ ശല്യം ഞങ്ങൾ സഹിക്കണം. എന്താ ഇത് നടക്കുവോ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ? മര്യാദക്ക് പറഞ്ഞപ്പോ ഈ വണ്ടികളൊക്കെ പോകുന്നുണ്ടല്ലോ. ആരും ഒന്നും പറഞ്ഞിട്ടില്ലേ? എന്റെ സംസാരം ശരിയില്ലാത്തോണ്ടാണ് അല്ലാതെ ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരോടും ഹർത്താലാണ് സഹകരിക്കണം എന്നേ പറഞ്ഞോളൂ. വലിയ ചില ചലച്ച് അതാണ് മൂപ്പര് മാന്യമായിട്ട് പറഞ്ഞ സൈഡാക്കി നിർത്തിയില്ലേ? പിന്നെ എല്ലാവരും ശരി നമ്മൾ കഴിക്കണോ? ചാവി തരണം കേട്ടോ, ചാവി തരണേ. നിങ്ങൾ നോക്കി തരാൻ പറ്റില്ല.